നന്മയുടെ സ്വരമായി ഉയരുക നാം, തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാൻ വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം, എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. Voice of Goodness Season 3. ആദ്യം പതിവ് പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പോളിച്ച, സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. മനോജേട്ടാ, സ്വാഗതം. സിസ്ലി, സ്വാഗതം. ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മരിയൻ റൗണ്ടിലുള്ള ഒരു പാട്ടുമായിട്ട് ഇവിടെ സഞ്ജയ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സഞ്ജയ് ഇൻവൈറ്റ് ചെയ്യാം. വരൂ സഞ്ജയ്. സഞ്ജയ് റെഡി ആണല്ലോ? റെഡിയാണ്. ഇന്ന് ഭയങ്കര സന്തോഷമുണ്ടല്ലോ സഞ്ജയുടെ മുഖത്ത്. എന്താ അതിന് പിന്നിലുള്ള കാരണം? മരിയൻ റൗണ്ടിലുള്ള പാട്ടാണല്ലോ പാടാൻ ആ. പോകുന്നത്. സന്തോഷത്തിന്റെ ഇതാണല്ലോ. ഓ, അതുകൊണ്ടാണല്ലോ എന്റെ മുഖത്ത് സന്തോഷം എന്നല്ലേ? ഇത് മോൻ പുതിയതായിട്ട് പഠിച്ച പാട്ടാണോ? ഞാൻ തന്നെ പാടിയ പാട്ടാ ഉണ്ട്. ആഹാ, അതാരാ പാട്ട് ചിട്ടപ്പെടുത്തിയതെല്ലാം? അത് ഫാദർ സേവിയർ കുന്നംപർ എന്ന് പറഞ്ഞ അച്ഛനാണ്. നിങ്ങളുടെ അവിടെ പള്ളിയിലുള്ള അച്ഛനാണോ? അച്ഛൻ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന അച്ഛൻ തന്നെ ലിറിക്സ് എഴുതിയതും ആ. ഞാൻ 5 പഠിക്കുമ്പോ പാടിയ പാട്ട്. വാവ്, അതെന്തൊരു ഇങ്ങനത്തെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയണത്. മോൻ തന്നെ പാടിയ പാട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വന്ന് അത് മോൻ പ്രസന്റ് ചെയ്യാണ്. അതെ, എന്തൊരു ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണ്. അപ്പോ ആ പാട്ട് ഞങ്ങൾ എല്ലാവരും ഇനി ഒന്ന് കേൾക്കട്ടെ, ആസ്വദിക്കട്ടെ. പാട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം. നന്നായിട്ട് പാടണം കേട്ടോ. താങ്ക് യു. Voice of Goodness Season 3. Voice of Goodness Season 3. പരിശുദ്ധമായോരാ മേലങ്കിയാലേ ഞങ്ങളെ പുതിയുന്ന അമ്മ മാതാവേ, നീറും മനസ്സിൻ്റെ വേദന നീക്കുവാൻ സ്നേഹമോടണയുന്ന അമ്മ മാതാവേ, അമ്മ മാതാവേ, അമ്മ മാതാവേ, മക്കളോടലിവുള്ളോരമ്മ മാതാവേ. കാൽവരി ബലിയിൽ പുത്രൻ
മീലങ്കിയാലേ ഞങ്ങളെ പൊതിയുന്ന അമ്മ മാതാവേ, നീറും മനസ്സിൻ്റെ വേദന നീക്കുവാൻ സ്നേഹമോടണയുന്ന അമ്മ മാതാവേ, അമ്മ മാതാവേ, അമ്മ മാതാവേ, മക്കളോടലിവുള്ളോരമ്മ മാതാവേ. മോനിത് 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പാടിയതല്ലേ? അതെ, ഇപ്പൊ എത്ര വർഷമായി? 6 വർഷം. ഇതിന് ഈ ഒരു 6 വർഷത്തിനുള്ളിൽ മോൻ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇത് പാടിയിട്ടുണ്ടോ? പള്ളിയിലോ പ്രോഗ്രാമിനോ? പള്ളി പാടാറുണ്ട്. മോന്റെ പള്ളിയിൽ തന്നെ വേറെ പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ട്. പാടാറുമുണ്ട്. ഓക്കെ, അപ്പൊ പല തവണ പാടി പാടി നല്ല തറവായിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. മോൻ പാടുമ്പോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം എല്ലാരും പറയാറുണ്ടോ? പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോ സിസ്ലി. സഞ്ജയ്, എന്തോ സഞ്ജയ് എന്തൊരു ഭാഗ്യാണല്ലേ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. ഓ, അപ്പം എന്തൊരു ഭാഗ്യാണ് ആ ഏജിലൊക്കെ ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് അല്ലേ? അമ്മ മാതാവേ, അമ്മ മാതാവേ, മക്കളോടലിവുള്ളോരമ്മ മാതാവേ, പരിശുദ്ധമായോരാ മീലങ്കിയാലേ ഞങ്ങളെ പൊതിയുന്ന അമ്മ മാതാവേ. ഈ അച്ഛൻ സേവ്യർ കുന്നുമ്പ്ര അച്ഛൻ MCPS അച്ഛനല്ലേ? അതെ അതെ. അച്ഛനെ എനിക്ക് വളരെ പരിചയമുള്ള ഒരു അച്ഛനാണ്, വളരെ പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ ബ്യൂട്ടിഫുൾ ഒരു കോമ്പസിഷൻ ആൻഡ് മോൻ നന്നായിട്ട് പാടി കേട്ടോ. ഈ പറഞ്ഞ പോലെ ശബ്ദത്തിനുള്ള ഒരു ഫേവറബിൾ അല്ലാത്തതിൻ്റെ ഒരു അൺകംഫർട്ടബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമാവുന്നില്ലായിരുന്നു എന്താണ് മോൻ പാടാൻ ഉദ്ദേശിക്കുക, വോയിസ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. ഈ പാട്ട് ശരിക്കും പിച്ച് കൂട്ടിയാണോ ചെറുപ്പത്തിൽ പാടിയപ്പം? ചെറുപ്പത്തിൽ കുറച്ചുകൂടെ പിച്ചിലായിരുന്നു പാടിയിരുന്നത് അല്ലേ? ഓക്കെ, ഇതിന്റെ അവൈലബിൾ ആണോ? യൂട്യൂബിൽ അവൈലബിൾ ആണോ? അവൈലബിൾ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ കേൾക്കണം. കാരണം നല്ല ബ്യൂട്ടിഫുൾ ഒരു കോമ്പസിഷൻ. നമുക്ക് മക്കളോട് അലിവുള്ള ഒരു അമ്മ മാതാവ്, അതാണ് നല്ല മെസ്സേജ്. അപ്പൊ ആ ഒരു സോങ്ങിന്റെ മീനിങ് ഒക്കെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ളൊരു കോമ്പസിഷൻ. ആൻഡ് ഐ എം ഷുവർ യു വുഡ് ഹാവ് സങ് വെരി വെൽ കേട്ടോ. കുറച്ചും കൂടെയൊക്കെ പിച്ചിൽ വരുമ്പം മോൻ്റെ ആ റിയൽ വോയിസിൽ ഞങ്ങൾക്കത് ഒന്ന് കേൾക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ മേ ബി ഒരു നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഞങ്ങൾക്കത് കേൾക്കണം എന്നുണ്ട്. സാരമില്ല സഞ്ജയ്, ഇതൊരു ഫേസ് ആണ്. അപ്പം നമ്മളെന്തായാലും കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും പ്രഷ്യസ് ആണ്. പക്ഷെ ഇത് കടന്ന ഒരു സമയമുണ്ട് കേട്ടോ. ദർ ഇസ് ഓൾവേസ് എ ബ്രൈറ്റ് സൺ ഔട്ട്സൈഡ്. അപ്പം അത് എപ്പോഴും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാം. എത്രയും പെട്ടെന്ന് ഇതെല്ലാം മാറി ഇന്ന് നല്ലൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരാൻ കഴിയട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു സഞ്ജയ്. താങ്ക് യു. മനോജ് ചേട്ടാ. സഞ്ജയ്, വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം റിയൽ സിംഗർ വന്നിട്ട് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാണ്. കാൽവരി ബലിയിൽ പുത്രനാമീശോ ഞങ്ങൾക്കു തന്നതാം സമ്മാനമേ, ക്ലേശം നിറഞ്ഞോരേ ജീവിതയാത്രയിൽ കൂടെ നടക്കുന്നോരമ്മ മാതാവേ. അപ്പം അതിൻ്റെ എല്ലാ ഫീൽസ്, എന്താ പറയുക, ഡൈനാമിക്സും അതുപോലെ എല്ലാ അർത്ഥങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മോൻ പാടിയത്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു പീരീഡ് ആയതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ തവണ ഇതുപോലെ ചെറിയ ഈ വോയിസ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് മോനുള്ളൂ. പക്ഷേ ഈ പാട്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മോൻ പ്രസൻറ്റ് ചെയ്തു. പിന്നെ വോയിസിൻ്റെ ചില ശബ്ദം മാറുന്ന അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ടുള്ളൂ. പക്ഷെ അതർവൈസ് യു ആർ വെരി ടാലൻറ്റഡ്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ചില കറികളൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, മുഴുവൻ പാകം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില പഴങ്ങളൊക്കെ. അപ്പം അത് പഴം നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും കഴിക്കാനായിട്ട്. അപ്പം അതിന് മുന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ വേണ്ടത്ര അത് കിട്ടിയെന്ന് വരില്ല. പക്ഷെ പഴം നല്ല ഫലം തന്നെയാണ്.
അതറിയാം. അത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള പഴം തന്നെ ആയിരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മോൻ്റെ ശബ്ദവും മോൻ്റെ ടാലൻറ്റും. അപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി എന്താ പറയുക, നന്നായി പഴുത്ത് നമുക്ക് നല്ല രുചിയോട് കൂടിയിട്ട് പഴം കഴിക്കാവുന്ന ഒരവസ്ഥയിലെത്തും. അപ്പോൾ അതുകൊണ്ട് മോനൊന്നും വിഷമിക്കേണ്ട. ഇറ്റ്സ് എ ഫേസ്. ഓക്കെ, അതൊക്കെ കടന്നു പോകും. ഓക്കെ, എന്തായാലും നല്ല ടാലൻ്റ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പൊളച്ച സഞ്ജയ് വളരെ നന്നായിട്ട് പാടി. നല്ല ശാന്തമായിട്ടുള്ള ഒരു ആലാപനം. ഈ പാട്ടിൻ്റെ ഒരു ശൈലി കുറച്ച് അതാന്ന് തോന്നുന്നു. വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഒരു ഡിവോഷൻ. ഏതായാലും ഈ പറഞ്ഞ മാതിരി ഇത്രയും ചെറുപ്പത്തിൽ ഇത് പാടാൻ പറ്റി. അതൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. മെലോഡിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെലോഡിക് മെമ്മറി നമ്മുടെ ബ്രെയിനിൻ്റെ വലതുവശത്താണെന്നാണ് പറയുന്നത്, കൂടുതൽ മ്യൂസിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും എത്രയും വേഗം ശബ്ദം ശരിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പഴയ നല്ല ബ്രൈറ്റ് വോയിസ് ഉപയോഗിച്ച് പാടി ഇത്രയും ഉയരത്തിലേക്ക് ആകാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് സഞ്ജയ്. താങ്ക് യു. സന്തോഷായി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാർക്കിലേക്ക് പോവാം. പൊളച്ച എത്ര മാർക്കാണ് സഞ്ജയ്? സഞ്ജയിന് കൂടുതൽ ഇനി ഇംപ്രൂവ് മീൻസ് വോയിസ് ഇംപ്രൂവ് ചെയ്ത് വന്ന് നന്നായി ഉയരത്തിലേക്ക് പോകാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് 8.5. മനോജ് ചേട്ടാ? മോന് 8.5. സിസ്ലി? സഞ്ജയ് 8 മാർക്സ്. അപ്പം രണ്ടാമത്തെ പാട്ടിൽ നിന്നും ഒരു 1/2 മാർക്ക് കുറഞ്ഞു. 25 മാർക്സ് ആയിരുന്നു ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 30-ല്. പക്ഷെ ഒരു 1/2 മാർക്കിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ, അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. ഇനി പോയിട്ട് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടേയിരിക്കുക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സഞ്ജയ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ൽ ഏരിയൽ ഷൈൻ ആണ് ഇനി ഇവിടെ മത്സരിക്കാനായിട്ട് എത്തുന്നത്. വരൂ. ഹായ് ഏരിയൽ. ഹായ്. സുഖായിട്ടിരിക്കുന്നു? സുഖം. ഇന്നും ചേട്ടനുണ്ടോ കൂടെ? ചേട്ടൻ തന്നെ പഠിപ്പിച്ച പാട്ടാണോ ഇന്നും പാടാൻ പോണത്? ആ ചേട്ടൻ പഠിപ്പിച്ചായിരുന്നു. ചേട്ടനല്ലാതെ മോനെ ഷൈനെ വേറെ ആരും പാട്ട് പഠിപ്പിക്കാറില്ലേ? പപ്പയും മ്യൂസിക് ടീച്ചറൊക്കെ പഠിപ്പിക്കും. പഠിപ്പിക്കും. പക്ഷെ പിന്നെ എന്തുകൊണ്ടാ ചേട്ടൻ പഠിപ്പിച്ച പാട്ട് ഇങ്ങനെ ഒരു മത്സരവേദിയിൽ എപ്പോഴും ചേട്ടൻ തന്നെ പഠിപ്പിക്കുന്ന പാട്ട് സെലക്ട് ചെയ്യുന്നത്? അങ്ങനൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞോ നീ ഞാൻ പഠിപ്പിച്ച പാട്ട് നീ പാടിയാ മതി? അങ്ങനൊന്നും പറഞ്ഞില്ല. ആ പിന്നെ അപ്പൊ മ്യൂസിക് ടീച്ചർ ചോദിക്കില്ലേ നീ എന്തുകൊണ്ടെന്ന് ഞാൻ പഠിപ്പിച്ച പാട്ട് പാടുന്നില്ല? അപ്പോഴോ? ടീച്ചർക്കും ഈ പാട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് ടീച്ചർ ഈ പാട്ട് തന്നെ ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരുടെ ഇഷ്ടത്തിലുള്ള ഒരു പാട്ട് നോക്കി അങ്ങ് സെലക്ട് ചെയ്തു. ഏതാണ് ആ ഗാനം? ക്രൂശിതനുദ്ദീനെ. ഓക്കെ, അപ്പോ ഇത് വേറെ പാടിയിട്ടുണ്ടോ? ഷൈൻ പാടിയിട്ടുണ്ടോ? കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുണ്ട്. ആഹാ, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആഹാ, അപ്പൊ ഒരുപാട് കോമ്പറ്റീഷന് പാടി നല്ല ശരിക്കും നന്നായിട്ട് വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്, പഴക്കം വന്നൊരു പാട്ട് തന്നെയാണ്. അപ്പൊ വീണ്ടും മറ്റൊരു മത്സരവേദിയിൽ ഇന്ന് വീണ്ടും ഏരിയൽ ഷൈൻ അത് നമ്മുടെ മുന്നിലൂടെ പെർഫോം ചെയ്യാൻ പോകുന്നു. പാട്ട് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതിരിക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതിരിക്കണമേ. യേശു നിൻ ഹൃദയത്തിനുള്ളിൽ, യേശു നിൻ നീലയ്ക്കുള്ളിൽ,
ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. കൽഭരണി പൂൽവക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പൂൽവക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ നീലത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ. നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ. തയ്യൽ കൂടാതമ്മ നീതൊരു മേലങ്കിയ ഇനി പൊതിഞ്ഞിടുമോ. നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താലിൽ നിന്നും ഇനി കഴുകിടുമോ. ദൂരത്തിൻ സ്വപ്നങ്ങൾ നീക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ. കല്ലേറ് ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ. ചിരിക്കാൻ കാരണം ചീകയുമ്പോൾ ജീവിക്കാൻ കാരണം തിരയുമ്പോൾ തോളത്തുമയങ്ങിയോ മറക്കുമ്പോൾ തോലിയൂരിയുമ്പോൾ പഴിക്കുമ്പോൾ നെഞ്ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവില്ല. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവില്ല. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതിരിക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതിരിക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും.
ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ഏരിയൽ എത്രയോ തവണ പാടിയ പാട്ടാണ്. ഇനി എന്തായിരിക്കും ഈ ജഡ്ജസ് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ അല്ലേ? ശരി അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു? ഏരിയൽ ഷൈൻ നന്നായി പാടി. താങ്ക് യു ചാ. നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു പാട്ടില്. താങ്ക് യു. സ്ലോ മെലഡി. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ നീലത്തരം വീഞ്ഞാക്കുമോ. നന്നായിട്ട് പാട്ടിൽ ഇൻവോൾവ് ചെയ്യുന്ന പോലെ തോന്നി. താങ്ക് യു. പിന്നെ പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ. പിച്ച് അത്ര എടുക്കാൻ ബുദ്ധിമുട്ടാണോ? നോർമലി പാടുമ്പോ ചിലപ്പോ എങ്ങാനും ടോപ്പ് വെള്ളി അടിക്കുന്ന ഒരു അത്രയ്ക്ക് എത്തണില്ല, അതുകൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ നന്നായിട്ട് പാടി. നല്ല ഒരു മെലഡി ആയിരുന്നു, നല്ല മീനിങ് ഫുൾ മെലഡിയാണ്. നന്നായി പാടി. പ്രൊനൗൺസിയേഷൻ ചില സ്ഥലത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. പ്രൊനൗൺസിയേഷൻ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. മുഖവും എന്നൊക്കെ പറയുമ്പോൾ നെഞ്ചിരിയും മുഖവും എന്നൊക്കെ പറഞ്ഞ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. മനോജ് ചേട്ടാ, മോൻ്റെ ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നന്നായി പാടി. എനിക്കിതിലൊരു കാര്യം മാത്രമേ ഇതിൽ പറയാനുള്ളൂ. മോന് നല്ല ടാലൻ്റ് ഉണ്ട്, നല്ല സെൻസുണ്ട്, പിന്നെ പോലെ ശ്രുതി, ഇതെല്ലാം ചേർത്ത് നന്നായി നല്ല ഫീലോടുകൂടി പാടുന്ന ഒരു കുട്ടിയാണ്. അതെല്ലാം നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. താങ്ക് യു. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഈ പാട്ടിൻ്റെ ഇടയിൽ വരുന്ന സ്വെൽസ് ഉണ്ടല്ലോ, അത് ഇത്തിരി ചില സമയത്ത് അത് കൂടുതൽ വരുന്നതുകൊണ്ട് ചില വാക്കുകൾ പെട്ടെന്ന് താഴ്ത്തു പോകും. എനിക്കൊന്ന് കഴിഞ്ഞ തവണയും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ഓവർ യൂസ് ഓഫ് സ്വെൽസ് പാട്ടിനെ ഇത്തിരി അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് പാടാവോ? നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിൽ ജസ്റ്റ് ട്രൈ ദിസ്. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. അപ്പൊ അവിടെ എന്നെ ലാലാലാലാലാലാ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. അപ്പൊ അവിടെ പൊതിഞ്ഞു പിടിക്കണമേ അങ്ങനെ വരുമ്പോഴേ മനസ്സിലായോ? ഞാൻ ഇത്തിരി എക്സാജറേറ്റ് ചെയ്ത് പാടുകയാണത്. അത് മോന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ പാടി. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാണാതെ കണ്ടോ, കാണാതെ ഇങ്ങനെ സ്വെൽസ് ഇല്ല, അത് വളരെ ഫ്രീ ആയിട്ട് പാടി വയ്ക്കുക. എന്നെ പിടിക്കണമേ, അത്ര സിമ്പിളായിട്ട്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. ഇപ്പോഴാ ന്യൂ അവിടെ എത്തുമ്പോ പൊതിഞ്ഞു കണ്ടോ, അത് ഫ്രീ ആക്കിയേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാണാതെ തിന്മ കാണാതെ കാക്കണമേ. സ്ട്രെസ് കൊടുക്കാതെ. തിന്മ കാണാതെ കാക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. കാക്കണമേ അതില്ലാതെ വളരെ സിമ്പിളായിട്ട് പാടി വയ്ക്കേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. അവിടെ നിർത്തരുത്. തിന്മ കാണാതെ കാക്കണമേ.
അപ്പം ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം ചെയ്യാം. കേട്ടോ. കാരണം ഇത് ഓരോ വരികളും ഓരോ വാക്കുകളും ഉച്ചരിക്കുമ്പോൾ അവിടെ പിടിക്കുകയാണ് നമ്മൾ. തിന്മ കാണാതെ ഓ അങ്ങനെയുണ്ടോ. അപ്പം അതൊന്ന് മാറ്റി വളരെ ഫ്രീ ആയിട്ട് ഒന്ന് പാടാൻ ശ്രമിക്കണം. ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. ജസ്റ്റ് ആ ഒരു 4 lines ആദ്യം തൊട്ട് ഒന്ന് പാടി. പക്ഷെ ഫ്രീ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഈ ത്രോട്ടൊക്കെ വളരെ സ്ട്രെയിൻ ചെയ്ത് പിടിക്കുമ്പോഴാണ് ഈ ഇത് വരുന്നത്. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വളരെ കൂളായിട്ട് പാടിയൊക്കെ ശരിയാവും. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. വെരി ഗുഡ്. തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. വെരി ഗുഡ്. മച്ച് ബെറ്റർ ആയിട്ട് ഓരോ വാക്കുകൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ ആകെ ഈ ഒരു ഇത് മാത്രമേ കണ്ടുള്ളൂ. അതർവൈസ് യു ഹാവ് ഓൾ ദ എന്താ പറയുക ക്വാളിറ്റീസ് ഫോർ എ ഗുഡ് സിംഗർ. ഇതൊന്ന് കൺട്രോൾ ചെയ്ത് ഈ ഓവർ എക്സ്പ്രസ്ഡ് ആവാതെ അല്ലെങ്കിൽ ഓവർ സ്വെൽസ് കൊടുക്കാതെ തിരുകൂടെ പ്ലെയിൻ ആയിട്ട് പാടാമെന്ന് നോക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി, ഏരിയൽ മോന് ഇഷ്ടപ്പെട്ട പാട്ടാണത്. ഓക്കെ, സ്നേഹിച്ച് പാടി കേട്ടോ. പാടി ഇപ്പം വളരെ എൻജോയ് ചെയ്ത് പാടി. ഞാനേ ബിനോയ് അച്ഛൻ്റെ പാട്ടാണിത് അല്ലേ, വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. ഞാൻ ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ സാധാരണ നമ്മൾ ഈ ഉദ്ധാനമൊക്കെ വരുമ്പോഴത്തേനും ക്രൂശിതരേ ഉദ്ധിത ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ഉദ്ധാനം അല്ലേ. അപ്പോൾ ഇച്ചിരി ഒരു ഫാസ്റ്റ് സോങ് ഹൈ പിച്ചിലൊക്കെ ഉള്ള പാട്ടുകളെ കേട്ടിട്ടുള്ളൂ. അപ്പോഴാണ് അവിടെ ബിനോയ് അച്ഛൻ വളരെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സോങ് കൊണ്ടുവരുന്നത് ഉദ്ധാനത്തിൽ. അപ്പം എനിക്കിതൊരു വ്യത്യസ്തമായ ഒരു സോങ് ആയിരുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ. പക്ഷേ എല്ലാവരും എൻജോയ് ചെയ്ത് വളരെ മെഡിറ്റേറ്റീവ് ആയിട്ട് പാടാവുന്ന ഒരു സോങ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. എനിക്ക് പറയാനുള്ള ഓർക്കസ്ട്ര, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി ഈ പാട്ട് ഓൺ സ്റ്റേജ് 1 ഷോട്ടിൽ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള സോങ് അല്ല. പെർക്കഷൻ ടീം, തബല എസ്പെഷ്യലി ടോൺ ഭയങ്കര സുഖമാണ് ഈ പാട്ടിൽ. വളരെ നന്നായിരുന്നു. ഗിറ്റാർ ടീം, അതുപോലെ ഫ്ലൂട്ട്, ഓൾ ഇൻ ഓൾ ആയ പാവം പ്രിൻസ് ഏട്ടൻ കീബോർഡ്, എല്ലാം കൂടി വന്നപ്പം വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നിയ മോൻ്റെ ഈ സെലക്ഷൻ, കാരണം മോൻ്റെ ഈ സ്റ്റേജിൽ എല്ലാ പാട്ടുകളും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് അല്ല ഇപ്പം മോൻ്റെ, അറിയാമല്ലോ. അപ്പം ഈ മോൻ ഈ പാട്ട് ഒരു സ്കെയിലും കൂടെ ഡൗൺ ആക്കി. ഇപ്പം ഈ പാട്ടങ്ങ് വളരെ എന്താ പറയുക, ഒരു ഡിമ്മായിപ്പോയി. ചേട്ടായി എവിടെ? ചേട്ടായി ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ, മോൻ്റെ ചേട്ടായി എവിടെ? ഓക്കെ, ഞാൻ ചേട്ടായിയോടാണ് ചോദിക്കുന്നു പറഞ്ഞിരുന്നേ, അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഈ പാട്ട് മോൻ്റെ ഇപ്പോഴത്തെ ഒരു വോയിസ് കണ്ടീഷൻ വെച്ച് സ്കെയിലും കൂടെ കുറഞ്ഞപ്പോൾ ഈ ഫുൾ സോങ് ഡിമ്മായിപ്പോയി. മോൻ ആ ഹൈ വരുന്ന അനുപല്ലവിയിലും ചരണത്തിലും 2 ലൈനല്ലേ വരുന്നുള്ളൂ. അപ്പം അതിനു വേണ്ടി കോംപ്രമൈസ് ചെയ്തത് ഈ ഹോൾ സോങ് കോംപ്രമൈസ് ചെയ്തു. സോ അത് ഭയങ്കര, നമുക്ക് ഈ ബേസ് പാട്ടിലുള്ള ഒന്നും കേൾക്കത്തുമില്ലായിരുന്നു. അപ്പം അതൊരു സെലക്ഷനിലൊരു ഒന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മോന് വോയിസ് ഒക്കെ ബെറ്റർ ആയപ്പോൾ ഈ സോങ്, ഏത് സോങ് വേണേലും മോന് ട്രൈ ചെയ്യാം കേട്ടോ. വെള്ളത്താലിൽ നിന്നും ഈ പറഞ്ഞ കാര്യമില്ലേ, ഇപ്പൊ മനോജേട്ടൻ പറഞ്ഞ കാര്യം, അപ്പൊ അതൊന്ന് മോൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം പൊതിഞ്ഞിടുമോ എന്നുള്ള ലൈനില്ലേ, പൊതി കഴിഞ്ഞിട്ട് ഞിടുമോ, പിന്നെ പിടിക്കണമേ, പിടി
ക്ഷണമേ. അപ്പൊ എല്ലാം അതിന്റെ ഇടയിലൊക്കെ കട്ട് വരികയാണ്. അതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാവുള്ളൂ. ഒറ്റ വാക്കാണെങ്കിൽ ഒറ്റ വാക്ക് ഒറ്റ ബ്രത്തിൽ തന്നെ വരണം കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ബ്രത്ത് കിട്ടാതെ ഉള്ളൊരു വിഷമവും അങ്ങനെ മൊത്തത്തിൽ ഈ പാട്ട് എനിക്ക് അത്ര ഈ ഒരു റൗണ്ടിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം സെലക്ഷനിൽ ശ്രദ്ധിക്കണം. ചേട്ടായിനെ പിടിക്കും എന്ന് പറഞ്ഞു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്ത് തോന്നുന്നു ഷൈൻ? സന്തോഷം. അല്ല, ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോ അവർ തെറ്റിയൊക്കെ തിരുത്തി തന്നു. അപ്പോൾ നമ്മുടെ ചില കുറവുകളും നമ്മൾ എവിടേക്കോ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളും അതൊക്കെയാണല്ലോ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പൊ ഒരു വിഷമം തോന്നുന്നുണ്ടാവാം. അതൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് ഓരോരോ അറിവുകളാണ്. ഓരോ വേദിയിലെത്തി ഓരോ ഇതിന്റെ പ്രഗത്ഭരായ ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഓരോരോ കുറവുകളെല്ലാം നമുക്ക് നികത്താൻ പറ്റും. ഓക്കെ, സിസ്ലി? ഏരിയൽ 7 മാർക്സ്. താങ്ക് യു. മനോജ് ചേട്ടാ? 7 marks. താങ്ക് യു. ഏരിയൽ 7.5 മാർക്സ്. താങ്ക് യു. അപ്പോ ഏരിയലിന് ലഭിച്ചിരിക്കുന്നത് 21.5 മാർക്സ് ആണ് 30-ല്. രണ്ടാമത്തെ പാട്ടിന് ഇതിനെക്കാട്ടിലും നല്ല മാർക്ക് കിട്ടിയിരുന്നു 24. അല്ലേ? അതിൽ നിന്നും ഒന്ന് ഡിപ്പായി. പക്ഷെ സാരമില്ല, ഇതൊക്കെയാണ് ഇങ്ങനെ ഓരോ വേദിയിൽ വരുമ്പോഴാണ് നമ്മൾ പുതിയതായിട്ട് ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ? അറിവുകൾ നേടൂ, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നമ്മുടെ യാത്രയിൽ കൂടുതൽ കളർഫുൾ ആക്കാം കേട്ടോ. ശരി ഷൈൻ, പോയിട്ട് വരൂ. ഈ എപ്പിസോഡിലെ മൂന്നാമത്തെയും അവസാനത്തെയും പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാടാനായിട്ട് ഇവിടെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നത് സെറിലിയാണ്. വരൂ. ഹായ് സെറിലിയ. ഹായ്. ലുക്കിംഗ് റിയലി പ്രെറ്റി. താങ്ക് യു. സെറിലിയ, ഇത് മരിയൻ റൗണ്ട് ആണ്. മാതാവിന്റെ പാട്ടാണ് പാടാൻ പോകുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ മാതാവിന്റെ കളറിലുള്ള വേഷമൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട്, നല്ല നെക്ലേസ്, നല്ല വള, എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ പാട്ടും ഇതേപോലെ എത്ര നാളെടുത്തു ആ പാട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഭംഗിയാക്കി കൊണ്ടുവരാനായിട്ട്? ഇവിടുന്ന് സെലക്ട് ചെയ്ത പറഞ്ഞപ്പോഴേക്കും ആ ഒരു ടൈം മുതൽ ഒരു 10 months. ഓക്കെ, അത്ര നാളായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡെയിലി ബേസിസിലോ? ഡെയിലി. വെരി ഗുഡ്. അപ്പോ ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തത്? ഈ മാതാവിന്റെ പാട്ട് പാടാം എന്ന് ഇതും എന്റെ മിസ് തന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ, മിസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരിക്കാം. അതെ അതെ. അങ്ങനെ അന്നാണോ മോൾ ഈ പാട്ട് ആദ്യമായിട്ട് പഠിക്കുന്നതും പാടുന്നതും? അതെ അതെ. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരു വേദിയിലോ പള്ളിയിലോ എങ്ങാനും പാടി നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ഇവിടെയാണ് പാടാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് പള്ളിയിലാകുമ്പോൾ നിങ്ങൾ എന്നും നിങ്ങൾക്ക് പരിചയമുള്ള ക്രൗഡാണ്, പരിചയമുള്ള പള്ളി എന്നൊക്കെ പറയാൻ നമുക്കൊരു പേടിയോ ഭയമോ ഒന്നും തോന്നില്ല. നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലം തന്നെയല്ലേ? അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്നൊന്ന് പാടി നോക്കിയിട്ട് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ മോള് പാടുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് ഇത്തരത്തിലുള്ളൊരു, ഇതൊരു കോമ്പറ്റീഷൻ വേദിയല്ലേ, അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്തില്ലേ? തിങ്ക് ചെയ്തു, പക്ഷെ എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ഓ ഓക്കെ, അതിനുള്ളൊരു സമയവും സാഹചര്യം കിട്ടിയില്ല. നേരിട്ടപ്പോ ഫ്രഷ് ആയിട്ട് ഇന്ന് ഇവിടെയാണിത് പെർഫോം ചെയ്യാൻ പോണത് അല്ലേ? എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പേ നല്ല ഒരു മരിയൻ ഗാനം കേട്ട് തന്നെ നമുക്ക് ഇന്ന് എല്ലാവരോടും ശുഭരാത്രി പറയാം. ഓക്കെ, ആ
സെറിലിയ. താങ്ക് യു. നന്നായിട്ട് ലയിച്ച് വളരെ വിത്ത് ഈസ് ആയിട്ടല്ലേ അത് പെർഫോം ചെയ്തത്. സിസ്ലി, ഇഷ്ടപ്പെട്ടോ സെറിലിയുടെ പാട്ട്? ഓഫ് കോഴ്സ് സെറിലിയ നല്ലൊരു സിംഗറാണ്. മോള് എത്ര വയസ്സിലാ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? 4.5 വയസ്സ് മുതൽ. ഓക്കെ, ഇപ്പൊ എവിടെയാ, ഏത് സ്റ്റേജിലാ നിൽക്കുന്നത് ഇപ്പോ? ഞാനിപ്പോ വർണ്ണം കഴിഞ്ഞ് കുറച്ച് പിന്നെ കീർത്തനങ്ങളും അതിന്റെ ഇടയിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാ സെറിലിയ? ഞാൻ +1. ഓക്കെ, വെരി ഗുഡ്. സോ അതിൻ്റെ ആ ഒരു അത്രയും നാൾ പഠിച്ചതിൻ്റെതായ ഒരു എന്താ പറയുക, നമുക്കൊരു കൺട്രോൾ നമുക്ക് നമ്മുടെ നോളജ് എല്ലാം കാണിക്കാവുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ആണ് മോള് കൊണ്ടുവരാറ്. ആൻഡ് ഇതും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ്. ഡെഫിനറ്റ്ലി വളരെ ടഫായിട്ടുള്ള സോങ് ആണ്. സാധാരണ മാതാവിൻ്റെ സോങ് എന്ന് പറയുമ്പോൾ ഒരു ഈസി സോങ് ആണ് എല്ലാവരും എടുക്കുക. പക്ഷേ മോള് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോമ്പസിഷൻ, പാടി ഫലിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ മോൾ അത് ജസ്റ്റിസ് കാണിച്ചു. നന്നായിട്ട് പാടി. എനിക്കൊന്ന് കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും വോയിസ് ഇച്ചിരിയും കൂടി അല്ലേ ഒരു ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയോ ഇന്ന് പാടിയപ്പോ? എന്നാലും അടപ്പുണ്ടായിരുന്നു. അടപ്പുണ്ട്. അതെന്താണ് അങ്ങനെ വരുന്നത്? ഇവിടെ ഓൺ സ്റ്റേജേ ഉള്ളോ, പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഉണ്ടോ? ഓൺ സ്റ്റേജിലേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ തോന്നാറില്ല എനിക്ക്. റിയലി? അല്ല ടെൻഷൻ ഉണ്ടോ അതോ? ഇല്ല, ടെൻഷൻ ഇല്ല. അപ്പൊ അതെന്താണ് അപ്പൊ അത് നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. കാരണം ഇത്രയും നന്നായി പാടുന്ന കുട്ടിക്ക് ഹൈ നോട്ട്സ് ഒക്കെ നമുക്ക് മോള് നന്നായിട്ട് പാടി വരുമ്പം ഒരു ചെറിയൊരു ചളുക്കം പോലെ ഫീൽ ചെയ്യില്ലേ? ചില സ്ഥലങ്ങളിൽ എത്തുന്നില്ല, ആ നോട്ട്സ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ആ സ്വരസ്ഥാനങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്യുന്നില്ല, അവിടം വരെ പോകുന്നില്ല. അങ്ങനെ ഒരു എന്താ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാത്ത പോലെ നമുക്ക് ഒരു ഫീലിംഗ്. എന്നാൽ നന്നായി പാടുന്നുണ്ടോ? ഉണ്ട് താനും. സോ നമുക്കിത് എങ്ങനെയാണ് ജഡ്ജ്മെന്റ് പറയേണ്ടതെന്നും നമ്മൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ്. വളരെ ടഫായിട്ടൊരു സോങ് നല്ലതായിട്ട് പ്രസന്റ് ചെയ്തു, പക്ഷേ എന്തോ ഒരു കംപ്ലീറ്റ്നെസ്, വാവ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നിയത് വോയിസ് അത്ര അങ്ങോട്ട് ഫേവറബിൾ ആയിട്ട് നിൽക്കാത്തതുകൊണ്ടായിരിക്കും നമുക്കതൊരു ഹൈ ഒക്കെ എത്തുമ്പോൾ വളരെ സ്ട്രെയിൻ തോന്നുന്നുണ്ട്. നമുക്ക് ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കുന്നതുകൊണ്ട് ഒരു സ്ട്രെയിൻ തോന്നുന്നുണ്ട്. ആ ചരണത്തിലുള്ള ആ ലൈനില്ലേ, മനസ്സിൻ നന്മതൻ, ഫസ്റ്റ് ടൈം ഭയങ്കരമായിട്ട് കൈവിട്ടു പോയി, പക്ഷെ സെക്കൻഡ് ടൈം മോള് കവറപ്പ് ചെയ്തു. അപ്പം അതുപോലെ ചില സ്ഥലങ്ങളിൽ അതുണ്ട്. അപ്പം നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. എന്തെങ്കിലും ഒരു കാര്യം കാണും അതിൻ്റെ അകത്ത് അങ്ങനെ ഫേവറബിൾ ആയിട്ട് വരാത്ത എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും ബെറ്റർ ആയിരുന്നു അത്. സോ ഇത് ഇമ്പ്രൂവായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സെറിലിയ. നമുക്ക് അതിൽ നിന്ന് ഒന്ന് കര കയറി വരാനുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ? സെറിലിയ എന്തോ സെറിലിയ ആസ് യൂഷ്വൽ സെറിലിയയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ്. അത് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സോങ്ങിൽ. ഒരു നല്ല എന്താ പറയുക, നല്ല സിംഗറാണ് മോള്. നല്ല പിച്ച് സെൻസും അതുപോലെ പ്ലാൻസ് ഒക്കെ വരുന്നത് ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്നതിനേക്കാളും ഭംഗിയായിട്ട് ചില പ്ലാൻസ് വരുന്നുണ്ട്, ഗമങ്ങളൊക്കെ. ഫസ്റ്റ് പല്ലവി അതുപോലെ എല്ലാ പ്ലാൻസും ഞാൻ നോട്ട് ചെയ്യായിരുന്നു. അതൊക്കെ നല്ല രസമായിട്ട് ഒരു ശ്രുതിയും പോവാതെ നല്ല ഭംഗിയിൽ വരുന്നുണ്ടായി. ഓക്കെ. പിന്നെ എനിക്ക് സിസ്ലിമ പറഞ്ഞ പോലെ തന്നെ നന്നായി നല്ലൊരു പ്രൊഫഷണൽ സിംഗർ പാടി കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് വേറെ ആരോ പാടുന്ന പോലെ തോന്നുന്നു. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മളെ എന്ത് പറ്റി, അങ്ങനെ ഒരു പ്രതീതി പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ യു ആർ എ ടാലൻറ്റഡ് സിംഗർ, ബ്ലെസ്സഡ് സിംഗർ. പിന്നെ ചില അക്ഷരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ജയിച്ചു, അവിടെയൊക്കെ രചിച്ചു, അച്ഛാ ശരിക്കും വരുന്നുണ്ടായിരുന്നില്ലേ, ജയിച്ചു അതിങ്ങനെ പോയി. പക്ഷെ അതിൽ കൃത്യമായിട്ട് ജയിച്ചു എന്നുള്ളൊരു വാക്കുകളൊക്കെ ഒന്ന് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ നോക്കണം. പിന്നെ എനിക്ക് ഇതിൽ ഇപ്പോഴും തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മോളുടെ ശബ്ദത്തിന് എന്തോ ഒരു
ഒന്ന് ഡിസ്റ്റോർട്ടഡ് ആയ പോലെ തോന്നുക. പ്രാക്ടീസ് ഒരുപാട് ചെയ്തോ? അതിന്റെ ആണോ, ഓവർ പ്രാക്ടീസിന്റെ ആണോ? ഞാൻ ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഓവർ പ്രാക്ടീസ് ചെയ്യണ കുറവായിട്ടുള്ള ആളാണ്. കൂടുതലും ലാസ്റ്റ് ടൈമിന് കേൾക്കാറുള്ളത് പാട്ട്. ഓക്കെ. അപ്പൊ സ്ട്രെയിൻ അധികം കൊടുക്കാറില്ല അല്ലേ? ഇല്ല ഇല്ല, ഓക്കെ. ലാസ്റ്റ് ടൈമിന് സ്ട്രെയിൻ അധികം കൊടുക്കാറില്ല. അനുപല്ലവി ഒന്ന് പാടാവോ? ജസ്റ്റ് ഇത് മാത്രം മതി കേട്ടോ. ദേവപുത്രനു ജന്മം നൽകി ജനിമരണങ്ങളെ ജയിച്ചു. ദേവപുത്രനു ജന്മം നൽകി ജനിമരണങ്ങളെ ജയിച്ചു. ജയിച്ചു 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 ചാക്ക് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുക്കാം. ജയിച്ചു. ജയിച്ചു. ഓക്കെ, നെക്സ്റ്റ്. തളരും ജീവന സ്നേഹം പകർന്നു രാഗമാകാവ്യം രചിച്ചു. ജനനീ ജനനീ പ്രപഞ്ച ജനനീ ഈശുമാതാവേ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാനെന്താ വെച്ചാൽ ഇപ്പൊ മറ്റത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ വോയിസ് ചിലപ്പോൾ കൃത്യമായിട്ട് കേൾക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ തനിച്ച് പാടിപ്പിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു ക്രാക്ക് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡിസ്റ്റോർഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഇപ്പോൾ വല്ല അസുഖമോ ത്രോട്ടിൽ വല്ല അസുഖങ്ങളോ വല്ലതും ഉണ്ടോ? പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ആണല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ടിലൊക്കെ നല്ല സ്റ്റഡി ആയിട്ടുള്ള വോയിസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അത് എന്താണെന്നുള്ളത്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളുള്ളൂ. ജയിച്ചു ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചില വാക്കുകൾ കൃത്യമായിട്ട് നമ്മൾ ഉച്ചരിക്കാൻ ശ്രമിക്കണം. അതർവൈസ് യു ആർ വെരി ടാലൻറ്റഡ് സിംഗർ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു വോയിസ് ഒക്കെ കുറച്ചുകൂടെ അച്ഛന് ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. കുറേ കൂടെ ടെക്നിക്സും ഇതിൻ്റെയൊക്കെ എങ്ങനെ മറികടക്കാമെന്നുള്ളത്. ഓക്കെ, അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും യു ആർ എ ബ്ലെസ്ഡ് സിംഗർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. അച്ഛാ, കൺഗ്രാജുലേഷൻസ് റിലിയ, നന്നായി പാടി. ആലാപമൊക്കെ നല്ല ഇമ്പ്രസീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഇവരൊക്കെ പറഞ്ഞ പോലെ നല്ല വോയിസ് ഉണ്ട് ശ്രീലിക്ക്, നല്ല ശബ്ദമാണ്. ശ്രീലിക്ക് അല്പം ടെൻഷനുള്ള പോലെ എനിക്ക് പാട്ട് കേട്ടപ്പോൾ തോന്നി. ഈ പെർഫോമൻസ് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആലാപൊക്കെ ഒന്ന് ടെൻഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് ബ്രത്ത് കുറയും നമ്മുടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വരിയിൽ ആദ്യം പാടിയപ്പോൾ കരുണ തന്നാണ്. കരുണ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തു, പിന്നെ തൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആ ബ്രേക്കൊക്കെ ഒഴിവാക്കാൻ നോക്കണം. കരുണ തൻ അങ്ങനെ തന്നെ പോകണല്ലോ. അപ്പോൾ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്ത് വളരെയധികം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കുറെ സോൾവ് ചെയ്യാൻ പറ്റും. അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയും. അത് ഏറ്റവും നല്ലത് പാട്ടുകാർക്ക്. ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്ന് പറയും. ഒരു മൂക്കടച്ച് ഒരു ദ്വാരം അടച്ച് പിടിച്ച് മറ്റു ദ്വാരത്തിലൂടെ ശ്വസിക്കുന്നു, രണ്ടടച്ച് പിടിക്കുന്നു. അങ്ങനെ അത് നോക്കിയാൽ മനസ്സിലാവും. അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ്. അതൊരു 10-15 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം കുറേയധികം സോൾവ് ചെയ്യും. ഈ ക്ലാരിറ്റി ഓഫ് ദ ടോൺ ബ്രത്തിലാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും അത്. പിന്നെ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വർണ്ണം പഠിച്ചാലും കീർത്തനങ്ങളൊക്കെ നമ്മൾ പഠിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഫണ്ടമെന്റൽസ് ആണ്, ഫൗണ്ടേഷൻ എക്സസൈസ്. ഞാൻ ഇപ്പോൾ എത്രയോ 10-33 കൊല്ലമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? ഫൗണ്ടേഷൻ. സരളിവരിശ, ജണ്ടവരിശ, അതിൻ്റെ സ്വരസ്ഥാനം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈസി ആയിരിക്കും. നമുക്ക് കീർത്തനോ വർണ്ണമൊക്കെ പാടാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. എനിക്ക് ഇവരൊക്കെ പറഞ്ഞ എൻ്റെ കൂടെ എനിക്ക് തോന്നിയ കാര്യം ഒരു ശ്രുതി അലൈൻമെൻറ്റ് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. ശ്രുതി അലൈൻമെൻറ്റ് എന്ന് പറയുക തന്നെ ആ സ്റ്റഡി ആയിട്ട് ശ്രുതി ഇങ്ങനെ മെലഡി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന വെച്ചാൽ ഒരേപോലെ ഫ്ലക്ച്വേഷനിലാണ്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം അതിന് നമ്മൾ ഈ സ്വരസ്ഥാനം നന്നായി പ്രാക്ടീസ് ചെയ്യണം. സ്ഥാനങ്ങൾ ഉറപ്പിച്ചിങ്ങനെ പോകണം. അത് പിന്നെ ഒരു നോട്ടും മറ്റു നോട്ടും തമ്മിലുള്ള പിടിച്ച് അങ്ങനെ സ്ലോ മൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് ശുദ്ധമാവുള്ളൂ ശ്രുതി.
അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. സ്ലോ ബേസ് ചെയ്തിട്ടുള്ള, മനസ്സിലായോ, മന്ത്ര ഗതിയിൽ. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൊക്കെ അവരങ്ങനെ, അവരെ ഭയങ്കര ശ്രുതിയാണ് അവരുടെ പാട്ടിൽ, മനസ്സിലായോ. അപ്പോൾ അങ്ങനെ സ്ലോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശ്രുതി മെയിൻ്റനൻസ് നന്നായിട്ട് വിടും. അപ്പോൾ ഞാൻ പാടിയത് ട്യൂൺ ഇപ്പോൾ സായിലേക്ക് എത്തിയുള്ളൂ. നീല സനീ അങ്ങനെയാണ് പാടുന്നത്. അപ്പോൾ ഒരു നോട്ടിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തൊട്ട് താഴത്തെ നോട്ടിൽ നിന്ന് നമ്മൾ ട്യൂണിങ് ചെയ്തുകൊണ്ടാണ്. വയലിൻ അങ്ങനെയാണ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അങ്ങനെയാണ്, തൊട്ട് താഴത്തെ നോട്ടിൽ നിന്നാണ് പിടിച്ചിങ്ങനെ കൊണ്ടുവരിക ശ്രുതിയിലേക്ക്. അത് വോയിസിൽ ചെയ്യാൻ പറ്റണം. അത് ചെയ്യാൻ പറ്റുക ദാസേട്ടൻ്റെ എക്സസൈസാണ് അത്, യേശുദാസിൻ്റെ. ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശ്രുതി നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക, പരിശ്രമിക്കുക, നന്നാവും. ബെറ്ററായി വരും, ഡോണ്ട് വറി. നമ്മൾ പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക തന്നെ. പിന്നെ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, തമ്പുരാനെ മുറുക്കെ പിടിക്കുക, കാര്യങ്ങൾ ശരിയാവും. ഓൾ ദ ബെസ്റ്റ് സെറീലിയ. താങ്ക് യു അച്ഛൻ. താങ്ക് യു ഫാദർ. യെസ് സെറിലിയ, എന്തോ എന്തൊക്കെ ഓരോ നിങ്ങളുടെ കുറവുകളൊക്കെ കാണുമ്പം അതിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ടിപ്സ് ഒക്കെയാണ് ഇവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കേട്ടത് മനസ്സിലാക്കി മാത്രം വെക്കാതെ അത് കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് അത് വെച്ച് നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ മോളിപ്പോൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉള്ള ആ ഒരു പ്രോബ്ലംസ് എല്ലാം മാറ്റി ഇനി വരുമ്പോൾ ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ അച്ഛാ, എത്ര മാർക്കാണ് സെറിലിയക്ക്? സെറീലിയ നന്നായി പാടിയത് കൊണ്ട് 8 മാർക്ക്. ഓക്കെ, താങ്ക് യു. മനോജ് ചേട്ടാ? സെറിയിലേക്ക് കുറച്ച് മാർക്ക് കുറച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ട് പാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 7.5. താങ്ക് യു. സിസ്ലി? ഈ മാർക്ക് കൂട്ടിയിടാന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. കുറയ്ക്കുമ്പോൾ ഞങ്ങൾക്കാണ് വിഷമം. ഞങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടമല്ല, വിഷമാണ്. വളരെ വിഷമത്തോടുകൂടി 7.5. പക്ഷെ യു വിൽ കം അപ്പ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. സെറിലിയക്ക് ഫസ്റ്റ് പാട്ടിന് 26 മാർക്കായിരുന്നു. സെക്കൻഡ് പാട്ട് വന്നപ്പോൾ അത് അവിടെ നിന്ന് ഡിപ്പ് ചെയ്ത് 24ലേക്ക് പോയി. തേർഡ് പാട്ടായപ്പം അവിടുന്ന് വീണ്ടും ഡിപ്പ് ചെയ്തു 23 ആയി. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന പോലെ ജഡ്ജസ് ഒക്കെ വാവ് വയ്ക്കണം. അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇനി വരുമ്പോൾ നല്ല രീതിയിൽ നല്ല മാർക്കും വാങ്ങി സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, ശരി, കാണാം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡ് ദാ ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നമ്മൾ ഇനി വീണ്ടും കാണുന്നത് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ബൈ. ഓരോന്നും കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഭംഗിയും ശക്തിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അവരാണ് പറയുന്ന ആബേലിനോട് യു വിൽ ബി നെക്സ്റ്റ് ജനറേഷൻ സിംഗർ എന്ന് പറയാണ്. ഒരു അവാർഡൊക്കെ കിട്ടുന്ന പോലെയാണ് ആബേൽ. എനിക്ക് തോന്നുന്നു ഓർക്കസ്ട്രേഷൻ അവർക്ക് നല്ലൊരു കൈഡി കൊടുക്കണം. കാരണം അവരെന്നെ ഇങ്ങനെ അവിടെ ഇവിടെ കേട്ട് നിൽക്കുമ്പോൾ മോനത് വളരെ കൂളായിട്ട് പാടി. 3/4 ഉണ്ട്, 6/4 ഉണ്ട്, കോമൺ ഉണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ അവസാനം തന്നെ 1 2 3 4 എന്ന് പറഞ്ഞ കൗണ്ട് ഫുൾ അങ്ങോട്ട് ആക്കി. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ഒരു കണ്ണിന്നും കോച്ചിൽ നിന്ന് മാറുള്ളൂ, കണ്ണ് മാറിക്കഴിഞ്ഞപ്പോ